നമസ്കാരം. കോവിഡിന് ശേഷമുള്ള റീ ഓപ്പണിംഗിന് ശേഷം സഞ്ചാരപ്രിയരുടെ ഇടയിൽ ട്രെൻഡിംഗ് ആയ വാക്കാണ് സ്റ്റേക്കേഷൻ. വീട്ടിൽ നിന്ന് മാറി വിനോദസഞ്ചാര കേന്ദ്രത്തിലോ റിസോർട്ടിലോ ഹോം സ്റ്റേകളിലോ എത്തി ജോലി ചെയ്യുന്ന രീതിയാണിത്. സ്റ്റേ, വെക്കേഷൻ എന്നീ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് സ്റ്റേക്കേഷൻ. പുതുതലമുറയിലെ പ്രൊഫഷണലുകൾക്കിടയിൽ ഇന്ന് വ്യാപകമായ തൊഴിൽ സംസ്കാരമാണിത്. IT മേഖലയിലാണ് ഈ രീതി ഏറ്റവും കൂടുതലുള്ളത്. കേരളത്തിലും സ്റ്റേക്കേഷന് വേണ്ടി വിദേശ രാജ്യങ്ങൾ തിരഞ്ഞെടുക്കുന്നവരും ഏറെയാണ്. ഓഫീസിലെത്തി ജോലി ചെയ്യേണ്ടതില്ലാത്ത റിമോട്ട് വർക്കേഴ്സായി ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഇവരെയാണ് സ്റ്റേക്കേഷൻ പ്രൊമോട്ടേഴ്സ് ലക്ഷ്യമിടുന്നത്. ജപ്പാനിലും കൊറിയയിലും സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിലുമൊക്കെ IT പ്രൊഫഷണലുകൾക്കിടയിൽ ഈ രീതി സുപരിചിതമായി കഴിഞ്ഞു. ഇനി മീറ്റിങ്ങുകൾ ഓൺലൈനായി ചേരാൻ കഴിയുന്നതുകൊണ്ട് ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നും ഓഫീസിൻ്റെ ഭാഗമാകാൻ ഇത്തരക്കാർക്ക് കഴിയും. തൊഴിലുടമകൾക്കും സ്റ്റേക്കേഷനോട് താല്പര്യം വരാൻ കാരണം പ്രൊഡക്ടിവിറ്റി കൂടുന്നു എന്നത് തന്നെയാണ്. അടച്ചിട്ട മുറികൾക്കുള്ളിൽ ജോലി ചെയ്യുന്നതിനേക്കാൾ ജീവനക്കാരുടെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തുന്നതും ജോലിക്ക് വേഗത കിട്ടുന്നതുമൊക്കെ സ്റ്റേക്കേഷനിലാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗൂഗിൾ അടക്കമുള്ള പ്രമുഖ കമ്പനികൾ ഇത് പ്രോത്സാഹിപ്പിക്കാറുണ്ട്. തായ്ലൻഡ്, മാലദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സ്റ്റേക്കേഷന് വേണ്ട പ്രത്യേക ടൂറിസം പാക്കേജുകൾ പ്രഖ്യാപിക്കാറുണ്ട്. എന്നാൽ അപ്പോഴൊക്കെ കേരളത്തിലടക്കം ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. സ്റ്റേക്കേഷൻ്റെ സാധ്യതകൾ ചൂഷണം ചെയ്യാനുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഇവിടെ ഉണ്ടെന്നാണ് ടൂർ ഓപ്പറേറ്റർമാർ പറയുന്നത്. സ്റ്റേക്കേഷനിൽ ഏറെ മുന്നോട്ട് പോയി കഴിഞ്ഞത് തായ്ലൻഡാണ്. ഇതിനായി നിരവധി ഇളവുകൾ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ മുതൽ തായ്ലൻഡിലേക്ക് ഇന്ത്യ അടക്കമുള്ള 93 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് മുൻകൂട്ടി വിസ എടുക്കാതെ യാത്ര ചെയ്യാം. കോവിഡ് മൂലം ആഗോളതലത്തിൽ വിനോദസഞ്ചാര മേഖലയിലുണ്ടായ മാന്ദ്യം തായ്ലൻഡിനെയും കാര്യമായി ബാധിച്ചിരുന്നു. ഇതിൽ നിന്ന് പുറത്തു കടക്കാൻ വിവിധ തരത്തിലുള്ള നടപടികളാണ് തായ്ലൻഡ് ആവിഷ്കരിക്കുന്നത്. 60 ദിവസം വരെ വിസ ഇല്ലാതെ രാജ്യത്ത് താമസിക്കുന്നതിനുള്ള അവസരമാണ് തായ്ലൻഡ് ഒരുക്കുന്നത്. റിമോട്ട് വർക്കേഴ്സിനെ കൂടി ലക്ഷ്യമിട്ടാണ് തായ്ലൻഡിൻ്റെ നീക്കം. ഇവർക്ക് 180 ദിവസം വരെ രാജ്യത്ത് കഴിയാനുള്ള അവസരമുണ്ട്. ഇത് 5 വർഷത്തേക്ക് വരെ നീട്ടുകയും ചെയ്യാം. ഡിജിറ്റൽ നോമാഡ് വിസ എന്നറിയപ്പെടുന്ന ഇത്തരം സൗകര്യം ഉപയോഗപ്പെടുത്തുന്നവർ നിരവധിയാണെന്നും കണക്കുകൾ പറയുന്നു. എല്ലാ കാലത്തും ഇന്ത്യൻ യാത്രികരുടെ ഇഷ്ടയിടങ്ങളിലൊന്നാണ് തായ്ലൻഡ്. കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന രുചികരമായ ആഹാരം, താമസം, നൈറ്റ് ലൈഫ്, മനമയക്കുന്ന പ്രകൃതി ഭംഗി തുടങ്ങി നിരവധി കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ട്. ബഡ്ജറ്റ് നിരക്കിൽ തായ്ലൻഡിലേക്ക് വിമാനത്തിൽ യാത്രയും ചെയ്യാം. സോഷ്യൽ മീഡിയയുടെ വരവോടെ തായ്ലൻഡ് ടൂറിസത്തിന് ഇന്ത്യക്കാർക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താനും കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവർ സ്റ്റേക്കേഷനിലേക്കും കടന്നിരിക്കുകയാണ്. പക്ഷേ കേരളത്തിൻ്റെ ടൂറിസം മേഖലയിൽ ഇതുപോലുള്ള ചർച്ചകൾ ഇനിയും തുടങ്ങിയിട്ടില്ല.